എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഒരു അയില തവ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ആവശ്യമായ സാധനങ്ങൾ: 6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 3 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ്, ഒരു ചെറിയ കഷ്ണം വാളംപുളി ചേർത്ത് കൊടുക്കണം. വാളംപുളി, മുളക് പൊടി, പിരിയൻ മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് 2.5 സ്പൂൺ മുളക് പൊടിയാണ്. ഉപ്പ് ആവശ്യത്തിന് 1 സ്പൂൺ ഉപ്പാണ്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ചേർത്ത് ഇതെല്ലാം നന്നായി അരച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായി അരഞ്ഞിട്ടില്ല. ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായി അരച്ച് എടുത്ത് വെച്ചിരിക്കുന്ന മീനിലേക്ക് ഇതെല്ലാം പുരട്ടി കൊടുക്കണം. ഇതിൻ്റെ 2 വശത്തും നന്നായി മസാല പിടിക്കുന്ന രീതിയിൽ പുരട്ടി കൊടുക്കണം. എല്ലാം നന്നായി പുരട്ടിയിട്ടുണ്ട്. ഇനി അരമണിക്കൂർ ഇത് മൂടി വെക്കണം. അരമണിക്കൂറിന് ശേഷം ഒരു തവ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് മീൻ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി. മസാലയെല്ലാം ആ മീനിൻ്റെ പുറത്തേക്ക് ബാക്കിയിരിക്കുന്ന മസാലയെല്ലാം പുരട്ടി കൊടുക്കണം. അതിനുശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. സാധാരണ വറുക്കുന്ന പോലെ മുരിച്ചെടുക്കാനല്ല ചെയ്യുന്നത്, അതുകൊണ്ടാണ് മൂടി വെച്ച് വേവിക്കുന്നത്. ഒരു 5 മിനിറ്റ് മൂടി വെച്ച ശേഷം അതിലേക്ക് ഒരു 5 ചെറിയ ഉള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതെല്ലാം മറിച്ചിടണം. മീനെല്ലാം മറിച്ച് ഇടാം. പതുക്കെ ചെയ്താൽ മതി. ഇനി കുറച്ച് മസാല ബാക്കിയിരിക്കുന്നതും കൂടെ ഈ മീനിൻ്റെ മേളിലേക്ക് നമുക്ക് പുരട്ടി കൊടുക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം തുറന്ന് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കണം. കാരണം മസാല വീണ്ടും പുരട്ടിയായിരുന്നു. അത് എല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ടും കുറച്ച് മൊരിയാൻ വേണ്ടിയിട്ടുമാണ് തിരിച്ചിട്ട് കൊടുക്കണം. ആവശ്യമെങ്കിൽ കുറേശ്ശെ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇടയ്ക്ക് ആവശ്യമെങ്കിൽ മാത്രം കൊടുത്താൽ മതി.
അങ്ങനെ മീനെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ അയില തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.